ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടിയോ മൈദയോ ഒന്നും ഉപയോഗിക്കാതെ ഏത്തപ്പഴവും ശർക്കരയും മാത്രം ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. മധുരത്തിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1/2 കിലോ ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. 1 കിലോയോളം നല്ല പഴുത്ത ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ല പേസ്റ്റ് പോലൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഏത്തപ്പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഏത്തപ്പഴത്തിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പസമയം നമുക്ക് ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഹൽവയൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരല്പസമയം ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരയില്ലേ അതൊന്ന് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ശർക്കരയും ഈ ഏത്തപ്പഴവും കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഏത്തപ്പഴം ഈ ശർക്കരയിലേക്ക് നല്ലതുപോലെ മിക്സായി വരുന്നത് വരെയും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഏത്തപ്പഴം ഈ ശർക്കരയിലേക്ക് നല്ലതുപോലെ മിക്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. 5 മിനിറ്റ് ആകുമ്പം തന്നെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു വരാൻ തുടങ്ങും. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുകയാണ്. പിന്നീട് ഒരു 4 ഏലക്കയിലേക്ക് ഒരല്പം പഞ്ചസാര കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നെയ്യൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രം വെച്ചിട്ട് നമുക്ക് ഈ ഹൽവ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വീണ്ടും ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഹൽവ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നീട് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 12 മിനിറ്റ് ആയപ്പോഴേക്കും പാനിൽ നിന്നും നല്ലതുപോലെ ഹൽവ വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. അവസാനമായി 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് ഒരു 3 മിനിറ്റ് കൂടി ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 15 മിനിറ്റ് കൊണ്ട് തന്നെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് അല്പം നെയ്യ് ഒന്ന് തടവിയിട്ട് അതിലേക്ക് അല്പം എള്ളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കാണ് ഞാൻ ഹൽവ സെറ്റാക്കാൻ വേണ്ടി വെക്കുന്നത്. ഇനി നെയ്യ് തടവിയ സ്പൂൺ കൊണ്ട് ഈ ഹൽവയൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് ഒരു 2 മണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം. രണ്ട് മണിക്കൂറിന് ശേഷം ഹൽവയൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. കണ്ടില്ലേ, നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ പഴുത്ത ഏത്തപ്പഴം കൊടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ ഒരു മടിയല്ലേ. അപ്പോൾ അത് വെറുതെ കളയാതെ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഹൽവ തയ്യാറാക്കി കൊടുക്കാം. ശർക്കരയും ഏത്തപ്പഴവും നെയ്യും ഒക്കെ ആയതുകൊണ്ട് വളരെയധികം ഹെൽത്തിയുമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.